Dear students, in this video tutorial, we will discuss the advantages of expert systems. എക്സ്പേർട്ട് സിസ്റ്റംസ് എന്താണെന്നും എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഒരു സാധാരണ ഒരു എക്സ്പെർട്ടിന് പകരം നമുക്ക് സൊല്യൂഷൻ നൽകാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് മാർക്കറ്റിലുണ്ട്. ആ സോഫ്റ്റ്വെയർസിനെ പറയുന്ന പേരാണ് എക്സ്പേർട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ അഥവാ നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചില പോയിൻറ്റ്സ് നമുക്ക് പറയാം. ഒന്ന്, expert systems provide consistent answers for repetitive decisions, processes and tasks. അതായത് സാധാരണ ഹ്യൂമണിന് പലപ്പോഴും പല ദിവസങ്ങളിൽ മാറി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ സെയിം പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കുറച്ച് വേരിയേഷനോട് കൂടിയിട്ടുള്ള ഒരു ഉത്തരങ്ങളാണ് ഓരോ ദിവസവും തരുന്നത്. ബേസിക്കലി സെയിം ആണെങ്കിലും ചിലപ്പോൾ അത് കുറേ വ്യത്യാസം കാണും. അത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവൻ എക്സ്റ്റേണൽ എൻവറോൺമെൻറ്റുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഓക്കെ, മൂഡ്, അതുപോലെ തന്നെ പിന്നെ അവൻ്റെ അവസ്ഥ, ഹാപ്പിനെസ്, സോറോ, ഇങ്ങനെയുള്ള ഭാവങ്ങൾ അവന് ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യും. എന്നാൽ എക്സ്പേർട്ട് സിസ്റ്റം ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിം ഡിസിഷൻസ് തന്നെ വീണ്ടും 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 സെയിം പ്രോബ്ലംസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് റെപ്പറ്റേറ്റീവ് ഡിസിഷൻ പ്രോസസ്സസ് ആൻഡ് ടാസ്കിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൻസറുകൾ തരും എന്ന് പറയുന്നത്. ഇറ്റ് ഹോൾഡ്സ് ആൻഡ് മെയിൻറ്റെയിൻ സിഗ്നിഫിക്കൻറ്റ് ലെവൽസ് ഓഫ് ഇൻഫർമേഷൻ. രണ്ടാമത്തെ പോയിന്റ്, ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിനകത്ത് നോളജ് ഉണ്ട്. ഈ നോളജ് എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടാണെന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി ദ നോളജ് ഗ്യാതേർഡ് ഫ്രം നോട്ട് ഓൺലി വൺ പേഴ്സൺ, മേ ബി 5 or more number of experts. അതായത് 5 ഡിഫറെൻറ്റ് ഡോക്ടേഴ്സിൻ്റെ നോളജുകളെ ഗ്യാദർ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു നോളജ് ബേസ് ഉപയോഗിച്ചാണ് എക്സ്പേർട്ട് സിസ്റ്റം ഡിസിഷൻ നൽകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിസ്സാരമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് തള്ളാനൊക്കത്തില്ല. കാരണം അതിൻ്റെ നോളജ് നല്ല റിച്ച് ആണ്. ഇറ്റ് ഈസ് റിച്ച് ഇൻ ഇൻഫർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് റിച്ച് ഇൻ നോളജ് ആണ്. ആൻഡ് ഇറ്റ് ഹോൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റോർസ് ആൻഡ് മെയിൻറ്റെയിൻസ്. അത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ല ഹയർ ലെവൽസിലുള്ള കൂടുതൽ എമൗണ്ട് ഓഫ് നോളജ് ആണെന്ന് പറയാം. ഇനി മൂന്നാമത്തത്, എൻകറേജസ് ഓർഗനൈസേഷൻസ് ടു ക്ലാരിഫൈ ദ ലോജിക് ഓഫ് ദെയർ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിന് അതെങ്ങനെ ഡിസിഷനിൽ എത്തിച്ചേർന്നു എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കും. അങ്ങനെ നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ എക്സ്പേർട്ട് സിസ്റ്റം എടുത്ത ഡിസിഷൻ എങ്ങനെ എടുത്തു എന്ന് പ്രിൻ്റ് ഔട്ട് ഫോമിലോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്തോ അല്ലെങ്കിൽ പറഞ്ഞോ കേൾപ്പിക്കും. ആരെ? ഇത് ആൻസർ സീക്ക് ചെയ്യുന്ന ആളിനെ. അപ്പോൾ പലപ്പോഴും ആ രീതിയിൽ നമ്മൾ സോഫ്റ്റ്വെയർ ട്യൂൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഡിസിഷൻ എടുത്താൽ ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എങ്ങനെ എത്തി എന്നുള്ളത്. അതാണ് എൻകറേജസ് ഓർഗനൈസേഷൻസ് ടു ക്ലാരിഫൈ ദ ലോജിക് ഓഫ് ദെയർ ഡിസിഷൻ മേക്കിംഗ്. ഏത് ഓർഗനൈസേഷന് വേണ്ടിയാണ്, ഏത് ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണോ ഈ എക്സ്പേർട്ട് സിസ്റ്റം ഉപയോഗിക്കുന്നത്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഇതിന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ഉറപ്പായിട്ട് കിട്ടും ഡിസിഷനിൽ. നെവർ ഫോർഗെറ്റ്സ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ആസ് എ ഹ്യൂമൻ മൈറ്റ്. അതാണ് വേറൊരു പ്രത്യേകത. പല പ്രാവശ്യവും പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന ചോദ്യങ്ങളെല്ലാം എക്സ്പേർട്ട് സിസ്റ്റം ചോദിച്ചിരിക്കും. മനുഷ്യൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല ഡോക്ടേഴ്സും ഒരു ലേസി ആയിട്ടോ അല്ലെങ്കിൽ വളരെ ലാഘവത്തോടു കൂടിയോ ചിലപ്പോൾ രോഗികളെ നോക്കി പല ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ മരുന്ന് കുറിക്കാറുണ്ട്. ഓക്കെ, വേറൊരു ദിവസം ആണെന്നുണ്ടെങ്കിൽ അയാൾ മിടുക്കനാണെങ്കിലും ഞാൻ പറഞ്ഞ കണക്ക് അവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്ത് അയാൾ ചില ദിവസം ആ ക്വസ്റ്റ്യനോട് ചോദിച്ചായിരുന്നെങ്കിൽ അയാൾ കറക്റ്റ് ഡയഗ്നോസിസിൽ എത്തിയേനെ. പക്ഷേ എക്സ്പേർട്ട് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാവുന്നത് ഇറ്റ് നെവർ ഫോർഗെറ്റ്സ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ആസ് എ ഹ്യൂമൻ മൈറ്റ് എന്നാണ്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാൻ വർക്ക് റൗണ്ട് ദ ക്ലോക്ക്. 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ 24 മണിക്കൂറും വർക്ക് ചെയ്യാം. കാരണം എന്താ? ഇതൊരു മെഷീനാണ്, അതിനകത്ത് സോഫ്റ്റ്വെയർ ആണ്. റൗണ്ട് ദ ക്ലോക്കിൽ വർക്ക് ചെയ്യാം. ഹ്യൂമൻസ് ആണെങ്കിൽ റെസ്റ്റ് വേണം, ഡോക്ടർമാരാണെങ്കിൽ ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ വർക്ക് ചെയ്യത്തില്ല. പക്ഷേ എക്സ്പേർട്ട് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ക്യാൻ വർക്ക് റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ യൂസർ മോർ ഫ്രീക്വൻ്റ്ലി. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അല്ലാതെ ഒരു വ്യക്തി തന്നെ വീണ്ടും 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 ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ടോ അതിന് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാകത്തില്ല.
അപ്പോൾ ഒരാൾക്ക് തന്നെ എത്ര സമയം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം, ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുത്തു, ഇനി എനിക്ക് വിശ്രമം വേണം, അടുത്ത 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ അടുത്ത ഡിസിഷൻ എടുക്കാനായിട്ട് ഞാൻ റെഡിയാവും എന്ന് ഡോക്ടേഴ്സ് പറയുന്നത് പോലൊന്നും മാറിയിരിക്കത്തില്ല. അതുകൊണ്ട് ഇറ്റ് ക്യാൻ ഫ്രീക്വൻ്റ്ലി വർക്ക് ആൻഡ് ഗീവ് ഡിസിഷൻസ്. എ മൾട്ടി യൂസർ എക്സ്പേർട്ട് സിസ്റ്റം ക്യാൻ സെർവ് മോർ യൂസേഴ്സ് അറ്റ് എ ടൈം. ഇപ്പോൾ മോഡേൺ ഡേയിൽ നെറ്റ്വർക്ക്ഡ് എൻവറോൺമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ മൾട്ടി യൂസർ ഒരേ സമയത്ത് തന്നെ പല പോയിന്റിൽ ഇരുന്നു കൊണ്ട് ആളുകൾക്ക് അവരവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും, ഈ എക്സ്പേർട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ മൾട്ടി യൂസർ സപ്പോർട്ടാണ്. ഇപ്പോൾ 10 ഡിഫറെൻറ്റ് ടെർമിനലിൽ ഇരുന്നുകൊണ്ട് 10 ഡിഫറെൻറ്റ് പ്രോബ്ലം എക്സ്പേർട്ട് സിസ്റ്റത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് പാരലായിട്ട് ഈ ഓരോ കേസും അതിൻ്റേതായ യുക്തിയിൽ പിന്നെ സോൾവ് ചെയ്ത് ഉത്തരം കൊടുക്കും. അങ്ങനെയുള്ള കോംപ്ലക്സ് എക്സ്പേർട്ട് സിസ്റ്റംസ് വരെ മോഡേൺ ഡേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് അഡ്വാൻറ്റേജസ് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം. ഞാൻ പറഞ്ഞല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും വീക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ക്ലെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും മെഷീന് പകരമാക്കാൻ ഒക്കത്തില്ല എന്ന് ക്ലെയിം ചെയ്യുന്നവരാണ് കൂടുതൽ. അപ്പോൾ ആ ഒരു കേസിൽ തീർച്ചയായിട്ടും നമുക്ക് ചില ഡിസഡ്വാൻറ്റേജുകളും പറയാനൊക്കും എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ. ലാക്ക് കോമൺ സെൻസ് നീഡഡ് ഇൻ സം ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അത് നമുക്ക് കണ്ടുവരും. നമ്മൾ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നല്ല ഡിസിഷനൊക്കെ എടുക്കാം, പക്ഷേ ചില സമയത്ത് കോമൺ സെൻസ് എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം ഉള്ളതാണ്. അങ്ങനെ കോമൺ സെൻസ് നോളജ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് എക്സ്പേർട്ട് സിസ്റ്റം ഫെയിൽ ആവുന്നത് നമുക്ക് കാണാം. 2, കനോട്ട് മേക്ക് ക്രിയേറ്റീവ് റെസ്പോൺസസ് ആസ് ഹ്യൂമൻ എക്സ്പേർട്ട് വുഡ് ഇൻ അൺയൂഷ്വൽ സർക്കംസ്റ്റൻസസ്. ഞാൻ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞാലും ആ ഇൻ്റലിജൻസ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന അനുസരിച്ച് പെർഫോം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനൊന്നും ഈ പറയുന്ന എക്സ്പേർട്ട് സിസ്റ്റത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. അതിനെ പഠിപ്പിച്ചു വെച്ച ഒരു ഇൻ്റലിജൻറ്റ് വേ ഓഫ് പിന്നെ ഡിസിഷൻ മേക്കിംഗ് മാത്രമേ ചെയ്യൂ. അല്ലെങ്കിൽ ആരും എക്സ്പെക്ട് ചെയ്യാതെ ഔട്ട് ഓഫ് ദ ബോക്സ് ഡിസിഷൻ ഒന്നും വരുത്തില്ല എക്സ്പേർട്ട് സിസ്റ്റത്തിൽ നിന്ന്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. മനുഷ്യന് മാത്രമേ ആ ക്രിയേറ്റിവിറ്റി ഉള്ളൂ. ഡൊമെയിൻ എക്സ്പേർട്സ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ ടു എക്സ്പ്ലെയിൻ ദെയർ ലോജിക് ആൻഡ് റീസണിങ്. ഇനി പലപ്പോഴും കണ്ടുവരുന്നത് എക്സ്പേർട്ട് സിസ്റ്റം നിർമ്മിക്കാൻ പോകുമ്പോൾ നോളജ് ബേസ് നിർമ്മിക്കണമെങ്കിൽ ഡൊമെയിൻ എക്സ്പേർട്സ് ആവശ്യമാണ്. വളരെ സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ട് എന്ന് പറയും. ഈ SME അഥവാ സബ്ജക്റ്റ് മാറ്റർ എക്സ്പെർട്ട് അഥവാ ഡൊമെയിൻ എക്സ്പെർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സേവനം ഒരു നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം നിർമ്മിക്കാനായിട്ട് കിട്ടണമെങ്കിൽ നല്ല എമൗണ്ട് ഓഫ് പൈസ കൊടുക്കുകയും വേണം. പലരും അത് നന്നായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കത്തുമില്ല നിർമ്മിക്കാനായിട്ട് പോകും. അപ്പോൾ പലപ്പോഴും നോളജ് ബേസിന് ആ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്, ഒരു പൂർണ്ണതയില്ല. ആളുകളുടെ നോളജ് അതേപടി ഒന്നും നോളജ് ബേസിലേക്ക് നമുക്ക് പകർത്തിയെടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമുക്കതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. എക്സ്പേർട്സിനെ കിട്ടുന്നത് റെയറാണ്. എക്സ്പേർട്സ് ആർ നോട്ട് ഓൾവേസ് റെഡിലി അവൈലബിൾ. എന്തിനു വേണ്ടി അവൈലബിൾ ആവുന്നത്? നോളജ് ബേസിലേക്ക് അവരുടെ നോളജിനെ എക്സ്ട്രാക്ട് ചെയ്ത് കോഡിഫൈ ചെയ്യാനായിട്ടാണ് അവൈലബിൾ ആവേണ്ടത്. അപ്പോൾ അത് കാരണം പലപ്പോഴും എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ചോദ്യചിഹ്നങ്ങൾ ഉന്നയിക്കും. കാരണം നല്ല അറിവുകൾ ഇല്ലാത്ത പിന്നെ എക്സ്പേർട്ട് സിസ്റ്റംസും ഉണ്ട് പല ഡൊമെയിൻസിലും. എറേഴ്സ് മേ ഒക്കർ ഇൻ ദ നോളജ് ബേസ് ആൻഡ് ലീഡ് ടു റോങ് ഡിസിഷൻ. അതും മറ്റൊരെണ്ണമാണ്. തെറ്റായിട്ടുള്ള നോളജാണ് നോളജ് ബേസ് ഇരിക്കുന്നതെങ്കിൽ അത് വെച്ച് ഡിസിഷൻ എടുക്കുമ്പോൾ എക്സ്പേർട്ട് സിസ്റ്റം എടുക്കുന്ന ഡിസിഷൻ റോങ് ആയിട്ട് ഭവിക്കും. അപ്പോൾ ഹെവിലി ഡിപ്പെൻഡൻ്റ് ഓൺ നോളജ് ബേസ് ആണ് എന്ത് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നോളജ് ബേസിനകത്ത് എറേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ തെറ്റുകളുണ്ട് എങ്കിൽ റോങ് ഡിസിഷൻസ് ആയിരിക്കും ഫൈനലായിട്ട് ഇത് എടുക്കുന്നത്. അത് സൂക്ഷിക്കുക. അങ്ങനെ ഒരു പ്രശ്നം ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. cannot adapt to changing environments unless knowledge base is changed. അപ്പോൾ നോളജ് ബേസിലെ ചേഞ്ചിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഡിസിഷൻസിൽ മാറ്റം ഉണ്ടാവും. ഇറ്റ് ഈസ് ഹെവിലി ഡിപ്പെൻഡൻ്റ് ഓൺ നോളജ് ബേസ് എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് പുതിയൊരു സിറ്റുവേഷനിൽ പുതിയൊരു ക്രിയാത്മകമായിട്ടുള്ള ഒരു അഡാപ്ഷൻ ഒന്നും എക്സ്പേർട്ട് സിസ്റ്റത്തിന് സ്വയമേവ ചെയ്യാൻ ഒക്കത്തില്ല അൺലെസ് ആൻഡ് അതർവൈസ് ദ മാനുഫാക്ചറർ ഓർ ദ ഡെവലപ്പർ മേക്സ് ചേഞ്ചസ് ഇൻ ദി നോളജ് ബേസ് എന്ന് നമുക്ക് പറയാം. That's all.